നമ്മുടെ ഫാമിൽ ബ്രീഡ് ചെയ്ത് നല്ല കിഡിലോസ്ക്ക് വരാൽ കുഞ്ഞുങ്ങളായിട്ടോ നമ്മൾ വന്നിരിക്കുന്നത്. ചിലപ്പോൾ നമുക്കും കിട്ടിയേക്കാം ഒരു 30 ലക്ഷമൊക്കെ. വരാൽ കൃഷി ചെയ്യുന്നവർ പറയുന്നത് 6 മാസം കൊണ്ട് 30 ലക്ഷം കിട്ടുന്നൊക്കെയാണ്. എങ്കിൽ നമുക്കൊരു കൈ നോക്കിയാലോ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ തേങ്ങല ചാനലിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് നമ്മുടെ വരാൽ കുഞ്ഞുങ്ങളെ വിട്ട് നമ്മുടെ നഴ്സറി പോണ്ടിലോട്ടാണ്. അപ്പോൾ ഇതിൽ പോണ്ടിലെ വിശേഷങ്ങളായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ വരാൽ കുഞ്ഞുങ്ങളൊക്കെ ഏകദേശം 2 ഇഞ്ചോളം സൈസ് വന്നിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് പിടിച്ചു മാറ്റിയിട്ട് നമ്മുടെ വലിയ കുളത്തിലോട്ട് മാറ്റാനുള്ള പരിപാടിയായിട്ടോ നമ്മളിന്ന്. അപ്പൊ ഏകദേശം വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. നമുക്ക് പിടിക്കാനുള്ള പാകത്തിന് നമ്മൾ വെള്ളമൊക്കെ വറ്റിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ വരാൽ കൃഷിയെ കുറിച്ചുള്ള 2ാമത്തെ വീഡിയോ കേട്ടോ. നമ്മൾ ആദ്യത്തെ വീഡിയോ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞത് നമ്മുടെ വരാൽ കൃഷികളിലോട്ട് പുതുതായി വരുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്കുള്ള കുറച്ച് കാര്യങ്ങളാണ്. അത് വരാൽ കൃഷിക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. നമ്മുടെ യൂട്യൂബിലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോകൾ കാണാം വരാൽ കൃഷി. ഇപ്പം ഒരു ചാനൽ കണ്ടായിരുന്നു 3000 രൂപ ചെലവാക്കി കഴിഞ്ഞാൽ 30 ലക്ഷം രൂപ വരെ നമുക്ക് വരുമാനം ഉണ്ടാക്കാം വരാൽ കൃഷി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോകൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ വരാൽ കൃഷിയിൽ വിജയിച്ചവരുടെ കഥ മാത്രം നിങ്ങൾ കേട്ടിട്ട് വരാൽ കൃഷി ഇറങ്ങുന്നതിനേക്കാൾ മുൻപ് തോറ്റവരുടെ കഥ കൂടി ഒന്ന് കേൾക്കണം. കാരണം തോൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കാര്യം പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യത്തെ ഒരു വീഡിയോ ചെയ്തത്. നമ്മൾ വരാൽ കൃഷിക്ക് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നുള്ളൂ. അത് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് തോൽക്കാതിരിക്കാം. വിജയം ഒരുപാട് നമ്മൾ പറയുന്നില്ല, പക്ഷെ തോൽക്കാതിരിക്കാൻ പറ്റുന്ന 2 കാര്യങ്ങളാണ് നമ്മൾ മുൻപത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഒന്ന് കാണാൻ ശ്രമിക്കുക. പുതുതായി വരുന്നവർ മസ്റ്റ് ആയിട്ട് കാണുക. അത് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ വരാൽ കുഞ്ഞുങ്ങളെ പിടിക്കാൻ പോവാട്ടോ. അപ്പൊ വെള്ളമൊക്കെ നന്നായി വറ്റിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഷൂട്ടേഴ്സ് ഉണ്ടാവും. അവന്മാര് കുറച്ച് പണി തന്നിട്ടുണ്ട്. നമ്മുടെ മീൻ കുഞ്ഞുങ്ങളെ ഓരോന്നായിട്ട് അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് അടിച്ചു തീർക്കുന്നതിന് മുൻപ് തന്നെ നമുക്ക് നമ്മുടെ വരാൽ കുഞ്ഞുങ്ങളെ പിടിച്ചു മാറ്റാട്ടോ. ഓക്കെ, അപ്പൊ ഈ കാണുന്ന നമ്മുടെ 1.5 മാസം പ്രായമുള്ള വരാൽ കുഞ്ഞുങ്ങളാട്ടോ. ഏകദേശം 2.5 ഇഞ്ചോളം സൈസ് കയറിയിട്ടുണ്ട്. നല്ല ക്വാളിറ്റി കുഞ്ഞുങ്ങൾ തന്നെയാണ്. നമ്മുടെ ഷൂട്ടേഴ്സ് ഒക്കെ ഏകദേശം 5 ഇഞ്ചോളം സൈസ് കയറിയിട്ടുണ്ട്. പിന്നെ അവന്മാര് പിന്നെ കൂടുതലുള്ള മീനുകളെ പിടിച്ച് അടിച്ചിട്ടാണെന്ന് പറയാം. പക്ഷെ ഇവര് അങ്ങനെയല്ല. ഇവര് ഏകദേശം ഒരു 2.5 ഇഞ്ചോളം കയറിയത് നമ്മള് സാധാ പെല്ലറ്റ് കൊടുത്തിട്ട് തന്നെയാണ്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങൾ തന്നെയാണ്. പിന്നെ പോരാത്തതിന് നമ്മൾ ബ്രീഡ് ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മുടെ പ്രോട്ടീനോ അല്ലെങ്കിൽ നമ്മുടെ ഹോർമോൺ അങ്ങനത്തെ യാതൊരുവിധ കുത്തിവയ്പ്പ് നമ്മൾ ചെയ്തിട്ടില്ല. നാച്ചുറൽ ആയിട്ട് ബ്രീഡായ കുഞ്ഞുങ്ങളാട്ടോ. അപ്പൊ അതിന് തന്നെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ഇത്തവണ നമ്മൾ ഒരു പെയറിനെ നമ്മൾ ബ്രീഡ് ചെയ്തിട്ടുള്ളൂ. അടുത്ത തവണ എന്താച്ചാലും ഒരു 4-5 പേരിനെ ബ്രീഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഇനീഷ്യൽ കോസ്റ്റ്, നമ്മുടെ മീൻ വളർത്തലിലെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം ഇനീഷ്യൽ കോസ്റ്റ് ആണ്. അത് നമുക്ക് ലെസ് ചെയ്യാം. നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് കിട്ടും. നല്ല അടിപൊളി ക്വാളിറ്റി കുഞ്ഞുങ്ങൾ നമ്മുടെ വിശ്വസ്തയോടുകൂടി തന്നെ നമ്മുടെ ഫാമിൽ തന്നെ ഉണ്ടാകുമ്പോൾ. ഇത് കണ്ടോ, നല്ലപോലെ ആൽഗി ഇപ്രാവശ്യം നമ്മുടെ കുളത്തിലുണ്ടായിട്ടുണ്ട് കേട്ടോ. നല്ല കട്ടിയിലാണ് ആൽഗി ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ ഇടയിൽ കിടന്നിട്ട് നമ്മുടെ മീൻ കുഞ്ഞുങ്ങൾ ചത്തുപോകാൻ നല്ല ചാൻസ് ഉണ്ട്. നമ്മളിപ്പോ വെള്ളം കമ്മിയായതുകൊണ്ട് തന്നെ മീൻ കുഞ്ഞുങ്ങൾക്ക് ഇതിന്റെ ഇടയിൽ കയറി ലോക്കായി കിടക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ മാറ്റണം. പിന്നെ നമ്മൾ താഴത്ത് നല്ലപോലെ മണ്ണ് വിരിച്ചത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വലിയ ഫിൽറ്ററിന്റെ ആവശ്യമൊന്നും വരുന്നില്ല. അതുപോലെ തന്നെ അതിന്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ പെട്ടെന്ന് മീൻ കുഞ്ഞുങ്ങളെ വറ്റിച്ച് പിടിക്കാനോ ഷൂട്ടേഴ്സിനെയൊക്കെ പെട്ടെന്ന് പിടിച്ച് മാറ്റാനൊന്നും കഴിയാറില്ല കേട്ടോ. ഇങ്ങനെ ആവുന്നതുകൊണ്ട് നമുക്ക് പലതും വലുപ്പം വെക്കുന്നത് അറിയില്ല. കാരണം ഈ മണ്ണിൽ പൊന്തി കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പിടിച്ചു മാറ്റാൻ കഴിയില്ല. നല്ല പ്രശ്നമാണ്. വരാലിന്റെ കേസിൽ അത് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. വരാൽ ഒരു പൊട്ട് ചളി കിട്ടിക്കഴിഞ്ഞാൽ അവിടെ പൊന്തുന്ന ആൾക്കാരാണ്. അവന്മാരെ പിടിക്കാൻ നല്ല പോലെ പാടുണ്ട്. അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നല്ല ടാസ്ക് കേട്ടോ. നമ്മളിപ്പോ ഇങ്ങനെ കോരി എടുക്കുമ്പോഴും നല്ലപോലെ ചളി കയറുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ കൂടിയാണ് നമ്മൾ ഓരോ വരാൽ കുഞ്ഞുങ്ങളെ പെറുക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇവന്മാര് ചാടാനും പുലികളാണ്. നമ്മൾ എങ്ങനെയൊക്കെ വലിയിൽ കോരി എടുത്താലും നമ്മുടെ കൈ ചാടി താഴെ പോകും. ഇപ്പൊ പാത്രത്തിൽ വെച്ച പാത്രത്തിൽ എടുത്ത് ചാടും. അതിപ്പോ സ്വാഭാവികമാണ്. അവന്മാര് ഭയങ്കര വികൃതി പിള്ളേരാണ് നമ്മുടെ വരാൽ കുഞ്ഞന്മാര് എപ്പോഴും. അതേപോലെ തന്നെ പാത്രത്തിലോ അല്ലെങ്കിൽ ടാങ്കിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു മഴച്ചാറ്റിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഉഷാറ് ചാട്ടമാണ്. അവന്മാർക്ക് വെള്ളത്തിന്റെ ആ ഒഴുക്കൊക്കെ പെട്ടെന്ന് സെൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനെതിരെ ചാടിയവന്മാര് കയറി പോവുകയും ചെയ്യും. നമ്മുടെ പാടത്തുള്ള കുളത്തിൽ ഇതുപോലെ കുറെ കുഞ്ഞുങ്ങൾ കയറി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ കലങ്ങിയിട്ട് പിടിക്കുമ്പോൾ കണ്ടില്ലേ, ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഷൂട്ടേഴ്സ്. ഏകദേശം ഒരു 4 ഇഞ്ച് 5 ഇഞ്ചല്ല, അതിലെങ്കാളും വലുപ്പം വരില്ലേ. ഏകദേശം ഒരു 5 ഇഞ്ചിന് മുകളിൽ വലുപ്പമുള്ള കുഞ്ഞുങ്ങളാട്ടോ ഇവന്മാരും ഏകദേശം 1.5 മാസം പ്രായമായിട്ടുള്ളൂ. അതും കൂടി നമ്മളൊന്ന് ആലോചിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ചേറ്റിൽ പിഴഞ്ഞു കിടക്കുകയാണ്. ചേറ്റിൽ നിന്ന് ഓരോന്നോരോന്ന് പെറുക്കിയെടുക്കാൻ നല്ല ടാസ്ക്കാണ്. ഇനി അടുത്ത പ്രാവശ്യം എന്താ വെച്ചാലും നമ്മൾ ഈ ചളിയിട്ടിട്ടുള്ള പരിപാടി ഇല്ല. അപ്പൊ ഈ നഴ്സറി പോണ്ട് പറ്റിച്ചിട്ട് നമുക്ക് കിട്ടിയ മീൻ കുഞ്ഞുങ്ങളെ കൂടി ഒന്ന് കാണാം. നമ്മളൊരു 1.5 മാസത്തെ കഷ്ടപ്പാട്, അല്ലെങ്കിൽ 1.5 മാസം കൊണ്ട് നമ്മൾ നഴ്സറി പോണ്ടിലിട്ട് വളർത്തി നമ്മുടെ വരാൽ കുഞ്ഞന്മാരാണ് ഈ കിടക്കുന്നത്. ആൾക്കാരൊക്കെ നല്ല ഉഷാറാണ്. നല്ല ആക്റ്റീവ് ആയിട്ടുള്ള കുഞ്ഞ് തന്നെയാണ് നമ്മുടെ. എന്താ വെച്ചാൽ നല്ല ക്വാളിറ്റി കുഞ്ഞാണെന്നുള്ളതിൽ യാതൊരുവിധ ഡൗട്ടും നമുക്കില്ല. അപ്പൊ ഇവന്മാരാണ് നമുക്ക് ഇപ്രാവശ്യം പണി തന്ന ആൾക്കാർ. വെറും ഒരു മാസം പോലും വളർച്ച എത്തിയിട്ടില്ല. അതിന്റെ വലുപ്പം കണ്ടില്ലേ, എന്താ സൈസില്ലേ. അപ്പൊ ഇവന്മാര് നമ്മുടെ ഒരു 1000 നമ്മൾ മീൻ കുഞ്ഞുങ്ങൾ വിട്ടതാണ്. അപ്പൊ അതിൽ ഉണ്ടായത് 2 ഇവന്മാര്. ആ ഷൂട്ടേഴ്സ് ഉണ്ട്. നമ്മൾ 2-3 പിടിച്ചു മാറ്റാൻ പറ്റാത്ത 2 ആൾക്കാരാണ് ഇവന്മാര് നമുക്ക് 8 പണി തന്നു. ഒരു 500 കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് കിട്ടിയത് വെറും 100 കുഞ്ഞുങ്ങളാട്ടോ. നമ്മുടെ ഒരു നാച്ചുറൽ പോണ്ട് സെറ്റപ്പിൽ നമ്മൾ കറക്റ്റ് മണ്ണൊക്കെ ഇട്ട് ചെയ്തുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പിടിച്ച് മാറ്റാനും പറ്റില്ല. ആ ഒരു പ്രശ്നമായിരുന്നു നമുക്ക് മെയിൻ ആയിട്ട് ഉണ്ടായത്.
അപ്പൊ എന്താ വെച്ചാൽ ഇപ്പോ നഴ്സറി പോണ്ടുകളൊക്കെ ചെയ്യുന്നവര് ഏകദേശം ഒരടിക്ക് വെള്ളം നിർത്തിയിട്ട് ചെറിയ രീതിയിൽ ചെയ്യാൻ നോക്കുക. അപ്പൊ നമുക്ക് കിട്ടിയ വരാൽ കുഞ്ഞുങ്ങൾ തരാം നമ്മുടെ പോണ്ടിൽ തന്നെ ഉണ്ടാക്കിയത്. അപ്പൊ ഇതിനെ വിടാൻ വേണ്ടി നമ്മൾ നമ്മുടെ ബോട്ടിൽ പോകണം. നമുക്ക് നടുവിൽ കൊണ്ടുപോയി വിടാം. എപ്പോഴും നമ്മൾ സൈഡിലാണ് വിടാറ്. ഇപ്പൊ നമുക്ക് ബോട്ടൊക്കെ ഉണ്ടല്ലോ, നമുക്ക് സെന്ററിൽ കൊണ്ടുപോയി വിട്ടാലോ, നോക്കാം. കുറച്ച് ദിവസം നമ്മൾ തോണിയൊക്കെ തുഴഞ്ഞിട്ട് വെള്ളമൊക്കെ കയറി കിടക്കായിരുന്നു. ഏകദേശം ഒന്ന് കമ്മിയായിട്ടുണ്ട്. തോണിക്കൊരു ചെരുവൊക്കെ ഉണ്ടല്ലോ, ഇപ്പോ ഒന്ന് ബലമൊക്കെ ഒന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇന്ന് മാറ്റിയിട്ട് നല്ല മുള വെച്ച് നമുക്ക് നല്ല സെറ്റാക്കി എടുക്കണം അവിടെ തോന്നിയിട്ട്. നമ്മൾ ഏകദേശം സെന്ററിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് അവിടെ വരാൽ കുഞ്ഞന്മാരെ നമുക്ക് ഇവിടെ വിടാം. ഇതൊരു 100 ഉള്ളൂ. എന്താ വെച്ചാൽ ഈ കുളത്തിൽ ഈ 100 കൊണ്ട് ഒന്നും ആവില്ല. നമ്മൾ ഇപ്രാവശ്യം വരാൽ മാത്രമാണ് ചെയ്യുന്നത്. നമുക്ക് കുറച്ചും കൂടി വരാൽ കുഞ്ഞുങ്ങളെ എടുക്കണം. അപ്പൊ അതിന് മുന്നായിട്ട് നമ്മുടെ ഉണ്ടായ കുഞ്ഞുങ്ങൾ നമുക്ക് ഇങ്ങോട്ട് ഇറക്കി വിടാം. ഓക്കെ, നമ്മളെ തേടി വരും നമ്മുടെ വരാൽ കുഞ്ഞന്മാര്. അപ്പൊ ഇത്രയൊക്കെ ഈ കൊച്ചി വീടിലുള്ളത് നമ്മുടെ തന്നെ ഫാമിലി വിരിഞ്ഞുണ്ടായി നമ്മുടെ വരാല് കുഞ്ഞന്മാരനെ നമ്മുടെ നഴ്സറി കൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ട് വലുതാക്കി, കുറച്ചും കൂടി വലുതാക്കിയിട്ട് നമ്മുടെ വലിയ കുളത്തിൽ കൊണ്ടൊന്ന് വിട്ടിട്ടുണ്ട്. അപ്പൊ കുളത്തിലെ വെള്ളമൊക്കെ ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ മാറിയൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ ഇതിലും നമുക്കൊരു പറ്റിയൊരു പണിയെന്ന് വെച്ചാൽ നമ്മൾ 1000-ഓളം കുഞ്ഞുങ്ങളെ വിട്ടതാണ്. പക്ഷെ ഇപ്പൊ പോയിട്ടാകെ ഒരു 100 കുഞ്ഞുങ്ങളെ കിട്ടുള്ളൂ. ഈ ഷൂട്ടേഴ്സിന്റെ കൊണ്ടുള്ള പ്രശ്നം ഉണ്ടല്ലോ, അത് വളരെ വലുതാണ്. കാരണം നമുക്ക് ആദ്യത്തെ വരാൽ കൃഷിയിൽ നമുക്ക് കിട്ടിയൊരു പണി ഈ ഷൂട്ടേഴ്സ് വന്നിട്ട് നമ്മുടെ മീനുകളെയൊക്കെ കംപ്ലീറ്റ് പിടിച്ചടിച്ചു. ഇത്തവണ അത് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്കൊരു 1000 പോയിട്ട് 100 ഒറ്റയടിക്കാണ് കുറഞ്ഞത്. കഴിഞ്ഞ ആഴ്ച ഇതിലും കൂടുതൽ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മളത് പിടിക്കാൻ പറ്റിയില്ല, വെള്ളമൊക്കെ കൂടി കിടന്നിട്ട്. പക്ഷെ ഇപ്രാവശ്യം കുറച്ച് വെള്ളമൊക്കെ കമ്മിയായിട്ട് നമ്മൾ പിടിക്കാൻ പോകുമ്പോഴത്തേക്കും ഒരു 100 കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ വരാൽ കൃഷിയിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. അതായത് വരാല് ഒരു 4 ഇഞ്ച് 5 ഇഞ്ച് സൈസ് വരുന്ന വരെ ഈ ഒരു പ്രശ്നം വളരെ ഗുരുതരം കേട്ടോ. അപ്പൊ ഇതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്താൽ മാത്രമേ നമുക്ക് വരാൽ കൃഷി പൂർണ്ണ വിജയത്തിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്രയൊക്കെ നമ്മുടെ ഈ കൊച്ചി വീഡിയോ ഉള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട ജസ്റ്റ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുള്ള കിടിലൻ വീഡിയോ വേണ്ട വീണ്ടും കാണാം. കണ്ടോ വരാല്, കണ്ടോ? അതും കൂടി കാറ്റുള്ള അവിടെ ഉണ്ട്. നമ്മുടെ വരാല് കുഞ്ഞന്മാരൊക്കെ നമ്മുടെ കൂടെ തന്നെ വരുന്നുണ്ട്. എന്താ അറിയില്ല, വെള്ളമൊന്നും സെറ്റ് ആവാൻ വേണ്ടിയിട്ടായിരിക്കും അവന്മാർ ഇങ്ങനെ മൂളിക്കരി കിടക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ പിന്നാലെ വരാൽ കുഞ്ഞുങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ ഓടിക്കളിച്ച് വരുന്നുണ്ട് കേട്ടോ. നല്ല രസമാണ് ഇങ്ങനെ തോണിയൊക്കെ തുഴഞ്ഞ്. ചെറിയൊരു വെയിലുണ്ട്, നല്ല രസമുണ്ട്. കുറേ ദിവസം മഴ കൊണ്ട് നമ്മൾ ക്ഷീണിച്ചു. അപ്പൊ ഇന്ന് ചെറിയൊരു വെയിലൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു സുഖത്തിൽ നമ്മളിങ്ങനെ പയ്യെ തോണിയൊക്കെ തുഴഞ്ഞ് നമ്മുടെ കുളത്തിൽ കൂടെ ഇങ്ങനെ പോകാൻ വല്ലാത്തൊരു സുഖമാണ്. ഇന്ന് പിള്ളേരൊന്നും ഇല്ല, അപ്പൊ ഞാനും ചേട്ടനും മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ രണ്ടാളും കൂടി ഇങ്ങനെ ആസ്വദിച്ച് തോണിയൊക്കെ തുഴഞ്ഞ് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ പോവുകയാണ്. പിന്നെ കുറെ പ്ലാനുകളുണ്ട്. അവിടെ വരാൽ കൃഷി നല്ല ഡെവലപ്പാക്കി എടുക്കണം. അപ്പൊ അതിന്റെ ഓരോ പ്ലാനൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ തോണിയിൽ ആസ്വദിച്ച് തുഴഞ്ഞ് ഇങ്ങനെ പോവാട്ടോ. നമ്മുടെ സുഹൃത്തുക്കളോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നമ്മുടെ നാട്ടിൽ നല്ലപോലെ മഴ പെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ കുളത്തിലും പുഴയിലും തോടിലൊക്കെ ഒരുപാട് വെള്ളം കിട്ടുന്നുണ്ട്. അത് അവിടേക്കൊക്കെ പോകുന്നവർ നല്ലപോലെ സൂക്ഷിക്കുക. പിന്നെ നമ്മുടെ നാട്ടിന് നടുക്കൊരു സംഭവമാണ് ഇപ്പോൾ വയനാട്ടിൽ ഉണ്ടായത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന, നമ്മുടെ കൈത്താങ്ങായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ സഹോദരങ്ങളും നമ്മുടെ സുഹൃത്തുക്കളും അതുപോലെ നമ്മുടെ നാടിന്റെ സൈന്യവും എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ നിന്നും കരകയറി വരുന്നുണ്ട്. നഷ്ടങ്ങളൊന്നും നമുക്ക് നികത്താൻ കഴിയുന്നതല്ലെങ്കിൽ പോലും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലെല്ലാം നമ്മൾ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ നമ്മൾ അവർക്ക് മനസ്സറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുക എന്ന് മാത്രം നമുക്ക് പറയാനുള്ളൂ. അങ്ങനെ പയ്യെ നമ്മൾ ബോട്ട് കരക്കടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ റോപ്പ് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോട്ട് കറക്റ്റ് ആയിട്ട് നമ്മുടെ സൈഡിൽ ലോക്കായി നിൽക്കുന്നതായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഈ വീഡിയോയിലുള്ളത്. പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, നിങ്ങൾക്ക് എന്ത് ഒപ്പീനിയൻ ഉണ്ടെങ്കിലും നമുക്ക് കമന്റ് രൂപത്തിൽ നമ്മളെ അറിയിക്കാൻ ഒരു മടിയും കാണിക്കരുത് കേട്ടോ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് നമ്മളിങ്ങനെ ഓരോ വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കുന്നത്. നമ്മുടെ വീഡിയോകൾ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ യാതൊരു മടിയും കാണിക്കരുത് കേട്ടോ.